ഇന്ത്യൻ ഷോർട്സിലേക്ക് പോകാം. സിംബാബ്വെക്കെതിരായ 3 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 35 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര 3-0 സ്വന്തമാക്കി ടീം ഇന്ത്യ. 49 പന്തിൽ 8 ഫോറും 4 സിക്സറും ഉൾപ്പെടെ 81 റൺസ് നേടിയ സൂര്യവംശി കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 3 മത്സരങ്ങളിൽ നിന്ന് 151 റൺസ് നേടിയ അദ്ദേഹം പരമ്പരയിലെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് നേടി. വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ സ്ക്വാഷിൽ പുതുചരിത്രം എഴുതി 18-കാരി അനാഹത് സിംഗ്. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടമാണ് അനാഹത് സ്വന്തമാക്കിയത്. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ സലേമിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അനാഹത് സ്വർണ്ണമണിഞ്ഞത്. കഴിഞ്ഞ 15 വർഷം തുടർച്ചയായ കിരീടം നേടിയ ഈജിപ്തിന്റെ ആധിപത്യം കൂടിയാണ് അനാഹത് അവസാനിപ്പിച്ചത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റായ 135ാമത് ഡ്യൂറൻ കപ്പിന് ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും ആവേശ പോരാട്ടമായ കൊൽക്കത്ത ഡെർബിയോടെ തുടക്കമായി. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ പാരമ്പര്യ വൈരികളായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഈസ്റ്റ് ബംഗാളും നേർക്കുനേറെത്തിയപ്പോൾ മലയാളി താരം സഹൽ അബ്ദുൾ സമദിന്റെ വിജയ ഗോളിൽ മോഹൻ ബഗാൻ 1-0 ജയം സ്വന്തമാക്കി. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പുരുഷ ടീമിൽ ഇടം പിടിച്ച മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ, ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗേസി, വിദീത് ഗുജറാത്തി എന്നിവരാണ് ടീമിലെ മറ്റു താരങ്ങൾ. സീനിയർ വനിതകൾക്കായുള്ള സി ചെയിം T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് തുടർച്ചയായ 3ാം ജയം. ഹിമാചൽ പ്രദേശിനെ 14 റൺസിനാണ് തോൽപ്പിച്ചത്. 4 ഓവറിൽ 13 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ ആശാ ശോഭന തുടർച്ചയായി 3ാം തവണയും കളിയിലെ താരമായി. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന BSF കേരള സംസ്ഥാന ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് നടക്കും. ജൂലൈ 29-30 തീയതികളിലായി കോഴിക്കോട് VKK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ അരങ്ങേറുക. മത്സരങ്ങൾ കേരള ഒളിമ്പിക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ കായിക പ്രേമികൾക്ക് തത്സമയം കാണാം. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.